ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. നമ്മൾ വീണ്ടും വന്നിരിക്കുന്ന പുതിയ വീഡിയോകളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ തമിഴും കാലൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടന്റുകളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടോ. അത് നിങ്ങൾ BR സ്കോഡും കാലൊക്കെ ആയിട്ടാണ് മാസ്റ്ററിലൊക്കെ പുഷ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികം പോയിന്റ് ചിലപ്പോൾ ലഭിക്കത്തില്ല. പോയിന്റ് വളരെ കുറച്ചാണ് കിട്ടുന്നതെങ്കിൽ അതെങ്ങനെ നമുക്ക് മാക്സിമം പോയിന്റ് സ്കോഡിൻ്റെ പേരെ കളിക്കുമ്പോൾ തന്നെ കൂട്ടാൻ പറ്റുന്നുള്ളത് നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്കോഡായിട്ട് കളിക്കുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ക്യാരക്ടർ കോമ്പോകളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നതാണ്. ഇനി നിങ്ങളുടെ നല്ല സ്കോഡൊന്നുമില്ല, മിക്ക കളിലും മൈനസൊക്കെ അടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സോളോ പുഷ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതായിട്ടുണ്ടാവുക. അങ്ങനെ നിങ്ങൾ സോളോ പുഷും കാളൊക്കെ ചെയ്ത് മാസ്റ്ററൊക്കെ അടിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയും കാളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോയുടെ ലിങ്കും കാളൊക്കെ കമൻറ്റ് ബോക്സിൽ പിന്നെ വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്തതിന് ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബും കാളൊക്കെ ചെയ്യുക. അപ്പോൾ ഇനി അധികം ഒന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്കോഡായിട്ട് കളിക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി ക്യാരക്ടർ കോംബോ ആണ്. അപ്പോൾ ഇത് നിങ്ങൾ സ്കോഡായിട്ടായാലും ഡൂ ആയാലും സോളോ ആയാലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. അതാകുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ നിങ്ങളുടെ സ്കോഡിന് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള കുറച്ച് ക്യാരക്ടർ കോംബോകളൊക്കെ നോക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല സ്കോഡും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെയാണെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അതേപോലെ തന്നെ ക്യാരക്ടർ കോംബോകളൊക്കെ യൂസ് ചെയ്ത് കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ലാസ്റ്റ് സോൺ വരെയെങ്കിലും സർവൈവ് ചെയ്യാൻ പറ്റും. നല്ലൊരു സ്കോഡുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു ബൂയ വരെ നിങ്ങൾക്ക് അടിക്കാൻ കഴിയും. സോളോ ആയിട്ട് ഡൂ ആയിട്ട് കളിക്കുകയാണെങ്കിൽ വരെ നിങ്ങൾക്ക് ബൂയങ്ങളൊക്കെ അടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്യാരക്ടർ കോമ്പോകളൊക്കെ പറയുന്നത് ദിമിത്രിയാണ്. അപ്പോൾ ദിമിത്രി എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ എബിലിറ്റികളൊന്നും നിങ്ങൾക്ക് പറഞ്ഞതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ BRക്ക് നല്ല രീതിക്ക് യൂസ്ഫുൾ ആകുന്നൊരു ക്യാരക്ടറും കൂടിയാണ്. അപ്പോൾ നിങ്ങളുടെ സ്കോഡിലുള്ള 4 പേരും ദിമിത്രികളൊക്കെ ഇട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ലെവലായിട്ട് തന്നെ നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. പിന്നെ നിങ്ങളുടെ ടീമിൽ ഒരാളെങ്കിലും മസ്റ്റായിട്ടും ദിമിത്രിയും കാളൊക്കെ ഇട്ട് കളിക്കണം. അതേപോലെ തന്നെ ഐറസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ എബിലിറ്റി നിങ്ങൾക്ക് പറഞ്ഞ ആവശ്യം ഉണ്ടാകത്തില്ല. അപ്പോൾ അത് നിങ്ങളുടെ സ്കോഡിൽ ഒരാൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്ക് നിങ്ങൾക്ക് റഷ് ചെയ്ത് എനിമീനെ കില്ലും കാളൊക്കെ ചെയ്യാൻ കഴിയും. ഇനി നിങ്ങളുടെ സ്കോഡിലുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ക്യാരക്ടർ കോമ്പോകളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിലാണെങ്കിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്താൻ പറ്റും. നിങ്ങളുടെ സ്കോഡിലുള്ള 2 പേര് എന്തായാലും ദിമിത്രിയും കാളൊക്കെ യൂസ് ചെയ്യണം. ഇനി നിങ്ങളുടെ സ്കോഡിലുള്ള ഒരാൾ എന്തായാലും ഐറിസ് എന്ന ക്യാരക്ടറും കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോങ് റേഞ്ചിലുള്ള എനിമീസിനെയൊക്കെ പെട്ടെന്ന് തന്നെ കില്ല് ചെയ്യാൻ കഴിയും. പിന്നെ ഇതൊരു ക്യാരക്ടർ നിങ്ങളുടെ സ്കോഡിൻ്റെ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒന്നെങ്കിൽ ക്രോണോ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ പല ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് അത് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ ലോങ് ഷോട്ട് ഒക്കെ ആയിട്ട് മാക്സിമം കില്ലെടുക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ക്യാരക്ടറാണ് റാഫേൽ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. അപ്പോൾ അതൊരു പാസീവ് ക്യാരക്ടറാണ്. അപ്പോൾ നിങ്ങൾക്ക് റാഫേലിൻ്റെ എബിലിറ്റികളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ നിങ്ങളുടെ ടീമുള്ള 2 പേര് എന്തായാലും മിഷിയ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെങ്ങളൊക്കെ വെക്കുക. അപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ എബിലിറ്റി നിങ്ങൾക്ക് പറഞ്ഞതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾ വണ്ടിയിലൊക്കെ ഇരുന്ന് പോവുകയാണെങ്കിൽ എനിമിക്കൊന്നും നിങ്ങളെ എയിമിലേക്ക് വേറൊന്നും കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം പോയിൻറ്റും കാളൊക്കെ കിട്ടാനുള്ള സർവൈവും കാളൊക്കെ ചെയ്യാനുള്ള ഒരു അടിപൊളി കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ പറഞ്ഞുതരാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാരക്ടർ കോമ്പോ നിങ്ങൾക്കറിയാം, ദിമിത്രി എന്ന് പറഞ്ഞ ക്യാരക്ടർ കോമ്പോ, 2 ദിമിത്രി വരുന്ന ക്യാരക്ടർ കോമ്പോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മിഷിയ എന്ന് പറഞ്ഞ ക്യാരക്ടർ 2 ദിമിത്രി പ്ലേസാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ സ്കോഡായിട്ട് കളിക്കുന്ന പ്ലേസിൻ്റെ ഡൗട്ടാണ് നിങ്ങൾ 2 പേര് വെച്ച് പോകണം, അത് നിങ്ങൾ ഒരു സ്കോഡായിട്ട് പോകുന്നതാണ് നല്ലത് എന്നുള്ളത്. നിങ്ങൾ നല്ല രീതിക്ക് ലൂട്ടും കാളൊക്കെ എടുത്തിട്ട് ഈ മിഷിയ പറഞ്ഞ ക്യാരക്ടറുള്ള 2 പേരും 2 വണ്ടിയായിട്ട് കയറുക. അതേപോലെ തന്നെ നിങ്ങളുടെ ടീമേറ്റ് 2 വണ്ടിയിലായിട്ട് കയറുക. അതിനുശേഷം നിങ്ങൾ മാക്സിമം മാപ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് സോളോ ആയിട്ട് കളിക്കുന്ന എനിമീസിനൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ അവരൊക്കെ ഇടിച്ചിട്ട് മാക്സിമം നിങ്ങൾക്ക് കില്ലും കാളൊക്കെ സ്കോർ ചെയ്യുക. അപ്പോൾ അവർക്ക് നല്ല ഡാമേജും കാളൊക്കെ കയറിയിട്ടും ഉണ്ടാവും. ഇങ്ങനെ കളിച്ച് നിങ്ങളുടെ സ്കോഡിൽ ഓരോരുത്തർ ഒരു കില്ലൊക്കെ എടുത്ത് ലാസ്റ്റ് സോൺ വരെ സർവൈവ് ചെയ്താൽ തന്നെ നിങ്ങൾ അത്യാവശ്യം പ്ലസും കാളൊക്കെ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ മാക്സിമം നല്ല രീതിക്ക് സ്കോഡായിട്ട് തന്നെ പുഷ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മാസ്റ്ററിലേക്കൊക്കെ പെട്ടെന്ന് തന്നെ പുഷ് ചെയ്യാൻ കാളൊക്കെ കഴിയുള്ളൂ. പിന്നെ നിങ്ങൾ മാക്സിമം എല്ലാവരും പെട്ടെന്ന് റിവൈവും കാളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം മിക്ക പ്ലേയേഴ്സും ടീമായിട്ട് കളിക്കുമ്പോൾ റിവൈവും കാളൊന്നും ചെയ്യത്തില്ല. അപ്പോൾ മാക്സിമം പെട്ടെന്ന് നമ്മൾ റിവൈവും കാളൊക്കെ ചെയ്യുക. പിന്നെ സൂപ്പർ റിവൈവ് ചെയ്യണം, നോർമൽ റിവൈവ് ചെയ്യാനുള്ള ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ നിങ്ങളുടെ അപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചാണ്. അപ്പോൾ ചിലപ്പോൾ നല്ല എനിമി നിങ്ങൾ സൂപ്പർ ആയിട്ട് ചെയ്യുന്നാൽ നിങ്ങൾക്ക് അതിൽ കോയിൻസ് ഒന്നും നോർമലായിട്ട് ചെയ്താൽ മതി. അതേപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മാസ്റ്ററുകളൊക്കെ സോളോ ആയിട്ട് കളിച്ചുകൊണ്ട് അടിക്കാനുള്ള ഒരു അടിപൊളി ട്രിക്കുകളൊക്കെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ ലിങ്ക് പിന്നെ വെച്ചേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും കാലൊക്കെയുള്ള വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാൻ ബൈ.